ആക്ട് ആൻഡ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 81. ഇഫ് എനി സൊസൈറ്റി റെഫ്യൂസസ് ടു ഇഷ്യൂ ഐഡന്റിറ്റി കാർഡ് ടു എനി മെമ്പർ ദ അഗ്രീവ്ഡ് പേഴ്സൺ മേ അപ്പീൽ ടു ദി രജിസ്ട്രാർ വിത്ത് ഡാഷ് ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് receipt of the order of such refusal. First option 15 days, second option 30 days, third option 45 days, fourth option 60 days. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇഫ് എനി സൊസൈറ്റി, ഏതെങ്കിലും സൊസൈറ്റി, എനി മെമ്പർ, ആ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മെമ്പറിന് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് നിരസിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള മെമ്പറിന്, ദാറ്റ് മീൻസ് ദ അഗ്രീവ്ഡ് പേഴ്സണിന് മേ അപ്പീൽ ടു ദി രജിസ്ട്രാർ, രജിസ്ട്രാറിന് മുമ്പാകെ അപ്പീൽ കൊടുക്കാം വിത്ത് ഡാഷ് ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി ഓർഡർ ഓഫ് സച്ച് റെഫ്യൂസൽ. അത്തരത്തിലുള്ള റെഫ്യൂസൽ ഓർഡർ കിട്ടി എത്ര നാളിനുള്ളിൽ രജിസ്ട്രാറിൻ്റെ അടുത്ത് അപ്പീൽ കൊടുക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ റൂൾ 16D കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. റൂൾ 16D അപ്പീൽ എന്നാണ് പറയുന്നത്. റൂൾ 16D പറയുന്നത് വിത്ത് ഡാഷ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വിത്ത് 15 days ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. അതോടൊപ്പം തന്നെ ഈ അപ്പീലിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വയ്ക്കാൻ നേരത്ത് എത്രയാണ്? ചെല്ലാൻ റെസിപ്റ്റ് ഓഫ് ₹50, 50 രൂപയുടെ ചെല്ലാൻ റെസിപ്റ്റും കൂടി ആപ്ലിക്കേഷനൊപ്പം തന്നെ വെക്കണം. അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് പവേഴ്സ് cannot be exercised by a representative general body? First option disposal of net profit, second option consideration of audit report, third option approval of the budget, fourth option conduct of election of members of the committee. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് പവറാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് അല്ലെങ്കിൽ വിനിയോഗിക്കാൻ വേണ്ടി പറ്റാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 27 സബ്സെക്ഷൻ 2 റൂൾ 34 പറയുന്നുണ്ട്. സെക്ഷൻ 27 സബ്സെക്ഷൻ 2 പറയുന്നത് the representative general body cannot be exercised conduct of election of members of the committee. എന്ത് നടത്താൻ വേണ്ടി പറ്റില്ല? എലക്ഷൻ നടത്താൻ വേണ്ടി പറ്റില്ല. മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സിലേക്കുള്ള എലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ ആ സൊസൈറ്റിയുടെ ബയോലോസുമായിട്ട് ബന്ധപ്പെട്ട ബയോലോസിലെ പ്രൊവിഷൻസ് ഒന്നും ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ 82ാമത്തെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഡി ആണ് ആൻസർ. കണ്ടക്ട് ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ മാക്സിമം നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ റെപ്രസെൻറ്റേഷൻ ജനറൽ ബോഡി ഷാൾ നോട്ട് എക്സീഡ്. ഫസ്റ്റ് ഓപ്ഷൻ 2000, സെക്കൻഡ് ഓപ്ഷൻ 1000, തേർഡ് ഓപ്ഷൻ 500, ഫോർത്ത് ഓപ്ഷൻ 250. എത്രയാണ്? മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ റെപ്രസെൻറ്റേഷൻ ജനറൽ ബോഡി ഷാൾ നോട്ട് എക്സീഡ്. എത്രയിൽ അധികരിക്കരുത്? 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 500 കൃത്യമായിട്ട് തന്നെ റൂൾ 34 പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫൈനൽ ലിസ്റ്റ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ഷാൾ ബി പബ്ലിഷ്ഡ് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി നോട്ട് ലെസ് ദാൻ ഡാഷ് ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഫിക്സ്ഡ് ഫോർ ദി പോൾ. ഫസ്റ്റ് ഓപ്ഷൻ 21, സെക്കൻഡ് ഓപ്ഷൻ 15, തേർഡ് ഓപ്ഷൻ 10, ഫോർത്ത് ഓപ്ഷൻ 7. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇലക്ഷന് ഡേറ്റിന് എത്ര ദിവസം മുമ്പ് ആ കൺസേൺഡ് സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് കൃത്യമായിട്ട് പറയുന്നത് റൂൾ 35A സബ് റൂൾ 4 റൂൾ 35A സബ് റൂൾ 4 പ്രകാരം പറയുന്നത് ദ ഫൈനൽ ലിസ്റ്റ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ഷാൾ ബി പബ്ലിഷ്ഡ് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി നോട്ട് ലെസ് ദാൻ 20 days ആണ്. 20 ദിവസം മുമ്പാണ് പ്രയർ ടു ദി ഡേറ്റ് ഫിക്സ്ഡ് ഫോർ ദി പോൾ. അപ്പോൾ ഓപ്ഷനിൽ എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റിന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എത്ര ദിവസം മുമ്പാണ്? 20 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഓഫ് എ സൊസൈറ്റി ഷാൾ കോപ്റ്റ് ഡാഷ് പേഴ്സൺ ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് who are having experience in the field of banking, management or finance. First option 1, second option 2, third option 3, fourth option 4. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഓഫ് എ സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി
ഷാൾ കോപ്റ്റ് ചെയ്യും ഡാഷ് പേഴ്സൺസ് എത്ര പേഴ്സൺസിനെ അല്ലെങ്കിൽ ഓർ റെപ്രസെൻറ്റേറ്റീവ്സിനെ എങ്ങനെയുള്ളവർ ഹു ആർ ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് ബാങ്കിങ് മാനേജ്മെൻറ്റ് ഓർ ഫിനാൻസിൽ. ഏതാണ് ആൻസർ? 85-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 2 ആണ്. സെക്ഷൻ 28 കൃത്യമായിട്ട് സെക്ഷൻ 28 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഓഫ് എ സൊസൈറ്റി ഷാൾ കോപ്റ്റ് 2 persons or representatives who are having experience in the field of banking, management or finance. 85-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 86-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദി കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ നോട്ട് എക്സീഡ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് തന്നെ പോകാം. സെക്ഷൻ 28 തന്നെ പറയുന്നതാണ്. ഷാൾ നോട്ട് എക്സീഡ് എത്രയിൽ അധികരിക്കരുത്? 15 ആണ്. അപ്പോൾ 86-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. ആൻസർ 15. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മിനിമം 7, മാക്സിമം എത്രയാണ്? 15 ആണ്. പിന്നെ അതർ സൊസൈറ്റി, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത അതർ സൊസൈറ്റിയിൽ മാക്സിമം 21. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് മാക്സിമം ഷാൾ നോട്ട് എക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 15. 86-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 87-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ബാങ്ക്സ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006? ഫസ്റ്റ് ഓപ്ഷൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, തേർഡ് ഓപ്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോർത്ത് ഓപ്ഷൻ ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷെഡ്യൂൾഡ്, ഫോർത്ത് ഓപ്ഷൻ റീജിയണൽ റൂറൽ ബാങ്ക്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ബാങ്കാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ് നോട്ട് കവേർഡ് അണ്ടർ ദി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 കവർ ചെയ്ത് വരാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ 87-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ബാക്കിയെല്ലാം ഈസ് കവേർഡ് അണ്ടർ ദി ബാങ്ക് ഓംബുഡ്സ്മാൻ സ്കീം 2006 ആണ്. അപ്പോൾ 87-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 88-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാഷ്വൽ വേക്കൻസി ഓഫ് ആൻ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഫിൽഡ് അപ്പ് ബൈ എ നോമിനേഷൻ ബൈ ദി കമ്മിറ്റി ഔട്ട് ഓഫ് ദി സെയിം ക്ലാസസ് ഓഫ് മെമ്പേഴ്സ് ഇഫ് ദി ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ബോർഡ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ലെസ് ദാൻ 4 years, സെക്കൻഡ് ഓപ്ഷൻ ലെസ് ദാൻ 3 years, തേർഡ് ഓപ്ഷൻ മോർ ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം, ഫോർത്ത് ഓപ്ഷൻ ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിങ് കമ്മിറ്റിയിൽ എലക്റ്റഡ് മെമ്പേഴ്സിൽ ഏതെങ്കിലും കാഷ്വൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഷാൾ ബി ഫിൽഡ് അപ്പ് ചെയ്യാം. ആ കാഷ്വൽ വേക്കൻസി എങ്ങനെ ഫിൽഡ് അപ്പ് ചെയ്യാം? ബൈ എ നോമിനേഷൻ ബൈ ദി കമ്മിറ്റി. കമ്മിറ്റിക്ക് തന്നെ നോമിനേറ്റ് ചെയ്ത് എന്താണ് ഫിൽഡ് അപ്പ് ചെയ്യാം ഔട്ട് ഓഫ് ദി സെയിം ക്ലാസസ് ഓഫ് മെമ്പേഴ്സ്. ഇപ്പോൾ റിസർവേഷൻ ആണെങ്കിൽ റിസർവേഷൻ, ജനറൽ ആണെങ്കിൽ ജനറൽ, അങ്ങനെ സെയിം ക്ലാസസ് ഓഫ് മെമ്പേഴ്സിന് തന്നെ നോമിനേഷൻ നടത്തി ഫില്ലപ്പ് ചെയ്യാം. ഇഫ് ദി ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ബോർഡ് ഈസ്, പക്ഷെ ചെയ്യണമെങ്കിൽ ആ ഓഫീസിൻ്റെ ബോർഡിൻ്റെ അല്ലെങ്കിൽ ആ മാനേജിങ് കമ്മിറ്റിയുടെ ടേം എങ്ങനെയായിരിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 28 പറയുന്നുണ്ട്. ഇഫ് ദി ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ബോർഡ് ഈസ്, ആൻസർ ഡി ആണ്. ആൻസർ ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം. ഒറിജിനൽ ടേമിൽ പകുതിയിൽ കുറവായിരിക്കണം. ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം എന്നാണ് പറയുന്നത്. 88-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 89-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ രജിസ്ട്രാർ ഷാൾ സൂപ്പർവൈസ് ഓർ കോസ് ടു ബി സൂപ്പർവൈസ്ഡ് ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ഡാഷ് ഓഫ് എവറി സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, സെക്കൻഡ് ഓപ്ഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, തേർഡ് ഓപ്ഷൻ ദ വർക്കിംഗ്, ഫോർത്ത് ഓപ്ഷൻ ദ അക്കൗണ്ട്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഈ സെക്ഷനിൽ നിന്നുള്ള പോയിൻ്റാണ്. ദ രജിസ്ട്രാർ ഷാൾ ബി സൂപ്പർവൈസ് അല്ലെങ്കിൽ ഓർ കോസ് ടു ബി സൂപ്പർവൈസ്ഡ് ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം. അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന വ്യക്തിനെ കൊണ്ട്. ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ഡാഷ് ഓഫ് എവറി സൊസൈറ്റി. ദ വർക്കിംഗ് ആണ് ആൻസർ. അപ്പോൾ 89-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ദ രജിസ്ട്രാർ ഷാൾ സൂപ്പർവൈസ് ഓർ കോസ് ടു ബി സൂപ്പർവൈസ്ഡ് ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് എവറി സൊസൈറ്റി. 89-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 90-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ഓഫ് സർചാർജ് ഷാൾ ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ഷാൾ ബി സെൻഡ് അണ്ടർ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെന്റ് ഡ്യൂ. ദിസ് ഓർഡർ ഷാൾ നോട്ട് കണ്ടെയ്ൻ വിച്ച് ഓഫ് ദി ഫോളോവിംഗ്? ഫസ്റ്റ് ഓപ്ഷൻ ദ പീനൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ്, സെക്കൻഡ് ഓപ്ഷൻ നെയിം ഓഫ് ദി സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ നെയിം ഓഫ് പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ റീപേ ഓർ റിസ്റ്റോർ ദ മണി, ഫോർത്ത് ഓപ്ഷൻ ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓർ കോമ്പൻസേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഓർഡർ ഓഫ് സർചാർജ് ഷാൾ ബി ഇൻ റൈറ്റിംഗ് ആയിരിക്കണം.
ആൻഡ് ഷാൾ ബി സെൻഡ് അണ്ടർ രജിസ്റ്റേർഡ് പോസ്റ്റ് സെൻഡ് ചെയ്യണം വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ. ദിസ് ഓർഡർ ഷാൾ നോട്ട് കണ്ടെയ്ൻ വിച്ച് ഓഫ് ദി ഫോളോവിങ്. സർചാർജ് ഓർഡറിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ. ദ പീനൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് ആണ്. കൃത്യമായിട്ട് തന്നെ ഇത് റൂൾ 66 സബ് റൂൾ 7 സർചാർജ് ഓർഡറിൽ എന്തൊക്കെ ഉൾപ്പെടണമെന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് ഷാൾ നോട്ട് കണ്ടെയ്ൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും. ദ പീനൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് ആ സർചാർജ് ഓർഡർ, അതായത് റൂൾ 66 സബ് റൂൾ 7 പ്രകാരം അതിനകത്ത് പറയുന്നില്ല. അപ്പം ഷാൾ നോട്ട് കണ്ടെയ്ൻ എന്ന് സൂട്ടബിൾ ആൻസർ 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ബിസിനസ് ഷാൾ നോട്ട് ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ election of chairman for the meeting. Second option admission of members and allotment of shares. Third option passing of budget for the working of the society for the year. Fourth option amendment of bylaws. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഷാൾ നോട്ട് ബി ട്രാൻസാക്റ്റഡ് ചെയ്യാത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് റൂൾ 8 അപ്പോൾ ഷാൾ നോട്ട് ബി ട്രാൻസാക്റ്റഡ് എന്ന് പറഞ്ഞാൽ 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ ഷാൾ നോട്ട് ബി ട്രാൻസാക്റ്റഡ് ഡി ആണ് ആൻസർ. അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്കൻഡ് ഓപ്ഷൻ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. തേർഡ് ഓപ്ഷൻ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫോർത്ത് ഓപ്ഷൻ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2 ഡെഫിനിഷനിൽ OAA പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 2 OAA പ്രകാരം പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വരാത്തത് 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിസിപ്റ്റ് ബുക്ക് ഓഫ് എ സൊസൈറ്റി നീഡ്സ് ടു ബി റിട്ടൈൻഡ് ഫോർ എ പീരീഡ് മോർ ദാൻ. ഫസ്റ്റ് ഓപ്ഷൻ 3 years, സെക്കൻഡ് ഓപ്ഷൻ 5 years, തേർഡ് ഓപ്ഷൻ 10 years, ഫോർത്ത് ഓപ്ഷൻ 12 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ റിസിപ്റ്റ് ബുക്ക് ഓഫ് എ സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ റിസിപ്റ്റ് ബുക്ക് നീഡ്സ് ടു ബി റിട്ടൈൻഡ് ഫോർ എ പീരീഡ് മോർ ദാൻ. കൃത്യമായിട്ട് തന്നെ റൂൾ 31 പീരീഡ് ഫോർ വിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ എ സൊസൈറ്റി ആ റൂളിൽ പറയുന്നുണ്ട്. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 10 years ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവറി സൊസൈറ്റി ഷാൾ സബ്മിറ്റ് ടു ദി രജിസ്ട്രാർ ആനുവലി വിത്തിൻ സച്ച് ടൈം ഹാസ് ഹി മേഡ് ഡയറക്റ്റ് എ കോപ്പി ഓഫ് ആർ&ഡി സ്റ്റേറ്റ്മെൻറ്റ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ ദ പ്രസിഡന്റ്, സെക്കൻഡ് ഓപ്ഷൻ സെക്രട്ടറി, തേർഡ് ഓപ്ഷൻ സെക്രട്ടറി ആൻഡ് 2 directors, ഫോർത്ത് ഓപ്ഷൻ ദ കമ്മിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എവറി സൊസൈറ്റി, എല്ലാ സൊസൈറ്റിയും ഷാൾ സബ്മിറ്റ് ടു ദി രജിസ്ട്രാർ മുമ്പാകെ സബ്മിറ്റ് ചെയ്യും. ആനുവലി വിത്തിൻ സച്ച് ടൈം ഹാസ് ഹി മേഡ് ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നൊരു ടൈം ലിമിറ്റിനുള്ളിൽ എ കോപ്പി ഓഫ് ആർ&ഡി സ്റ്റേറ്റ്മെൻറ്റും P&L അക്കൗണ്ടും അതിൻ്റെ ബാലൻസ് ഷീറ്റും ഡ്യൂലി സർട്ടിഫൈഡ് ബൈ. അത് ആരാണ് ഡ്യൂലി സർട്ടിഫൈ ചെയ്യുന്നത്? 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ദ കമ്മിറ്റിയാണ്. റൂൾ 33 സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ എ സൊസൈറ്റിയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ദി പ്രസിഡന്റ് ഡിസൈഡ്സ് ടു ടെൻഡർ റെസിഗ്നേഷൻ ദ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ. ഫസ്റ്റ് ഓപ്ഷൻ സെക്രട്ടറി, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ വൈസ് പ്രസിഡന്റ്, ഫോർത്ത് ഓപ്ഷൻ കമ്മിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ആരുടെ മുമ്പാകെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റെസിഗ്നേഷൻ ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ. 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. കമ്മിറ്റി മുമ്പാകെയാണ്. റൂൾ 38 സബ് റൂൾ 6 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ പ്രസിഡന്റ് ഡിസൈഡ് ടു ടെൻഡർ റെസിഗ്നേഷൻ ദ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ ദ കമ്മിറ്റിയാണ്. ഇനി മറ്റുള്ള കമ്മിറ്റി മെമ്പേഴ്സ് ആണെങ്കിൽ ആരുടെ മുമ്പാകെയാണ്? അത് പ്രസിഡൻറ്റിന് മുമ്പാകെയാണ്. അത് റൂൾ 38 തന്നെയാണ്. അത് പറയുന്ന റൂൾ 38 സബ് റൂൾ 3 പറയുന്നത്. 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി is made before the registrar and it is not disposed of within 90 days, the applicant may take a representation before. First option additional registrar, second option government, third option tribunal, fourth option arbitration court. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാറിൻ്റെ മുമ്പാകെയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്പോസ്ഡ്. അങ്ങനെയാണെങ്കിൽ പോലും രജിസ്ട്രാർ ആ ആപ്ലിക്കേഷൻ നോട്ട് ഡിസ്പോസ്ഡ്, അതിന്മേലെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഓഫ് വിത്തിൻ 90 ഡേയ്സ് 90 ദിവസമായിട്ടും. അങ്ങനെയാണെങ്കിൽ ദ ആപ്ലിക്കൻ്റ് മേ ടേക്ക് എ റെപ്രസെൻറ്റേഷൻ ബിഫോർ. അങ്ങനെയാണെങ്കിൽ ഈ ആപ്ലിക്കൻറ്റിന് റെപ്രസെൻറ്റേഷൻ, ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പറ്റും. ആരുടെ മുമ്പാകെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കി, ആപ്ലിക്കേഷൻ ആരുടെ മുമ്പാകെ നിൽക്കുന്നത്? രജിസ്ട്രാറല്ലേ. അപ്പോൾ നിവേദനം കൊടുക്കുന്നത് രജിസ്ട്രാറിൻ്റെ മുകളിലുള്ള ഗവൺമെൻറ്റിന് മുമ്പാകെയാണ്. കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 7 രജിസ്ട്രേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവർ റെസൊല്യൂഷൻ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഫോർവേഡ് ടു ദി രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് അറ്റ് വിച്ച് സച്ച് അമെൻമെൻറ്റ് വാസ് പാസ്ഡ്. ഫസ്റ്റ് ഓപ്ഷൻ 7 days, സെക്കൻഡ് ഓപ്ഷൻ 30 days, തേർഡ് ഓപ്ഷൻ 60 days, ഫോർത്ത് ഓപ്ഷൻ 45 days. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അമെൻമെൻറ്റ് ഓഫ് ബൈലോ അമെൻമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്ത്, ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 30 days ആണ്. ഇത് റൂൾ 9 പറയുന്നുണ്ട്. റൂൾ 9 എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോയാണ്. റൂൾ 9 സബ് റൂൾ 1 പറയുന്നത് വിത്തിൻ 30 days അല്ല, വിത്തിൻ 1 month ആണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് 1 month ഇല്ലാത്തത് കൊണ്ട് സ്യൂട്ടബിൾ ആയിട്ട് ആൻസർ ഏതെടുക്കാം? 30 days എടുക്കാം. അപ്പോൾ 97ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following shall not contain in the certificate of registration of a society? First option the area of operation of the society, second option code symbol for the district, third option the member of a society, fourth option date of registration of the society. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഉൾപ്പെടാത്തത് താഴെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി ഉൾപ്പെടില്ല. കോഡ് ഓഫ് സിമ്പിൾ എന്താണ്? ഉൾപ്പെടും. ഓക്കെ, ദ ഏരിയ ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി ഉൾപ്പെടില്ല. പിന്നെ ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി അതും എന്താണ്? ഉൾപ്പെടില്ല. പിന്നെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി സൊസൈറ്റി എന്താണ്? ഉൾപ്പെടും. അപ്പോൾ നോട്ട് കണ്ടെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും സിയും എന്താണ്? നോട്ട് കണ്ടെയ്ൻ. അപ്പോൾ മൾട്ടിപ്പിൾ ആൻസർ വന്നുകൊണ്ട് 98ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ അറ്റൈൻ ദി ഏജ് ഓഫ് 18 years, സെക്കൻഡ് ഓപ്ഷൻ നോട്ട് ഓഫ് അൺസൗണ്ട് മൈൻഡ്, തേർഡ് ഓപ്ഷൻ ഓൺ ലാൻഡ് വിത്തിൻ ദ ഏരിയ ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി, ഫോർത്ത് ഓപ്ഷൻ നോട്ട് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ അല്ലാത്ത ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട്? അറ്റൈൻ ദി ഏജ് ഓഫ് 18 years ആപ്ലിക്കബിൾ ആണ്. നോട്ട് ഓഫ് അൺസൗണ്ട് മൈൻഡ് അത് ആപ്ലിക്കബിൾ ആണ്. ഓൺ ലാൻഡ് വിത്തിൻ ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി ആപ്ലിക്കബിൾ ആണ്. നോട്ട് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി അതും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ആൻസർ ആ ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഈ 99ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ മെമ്പർ ഓഫ് എ സൊസൈറ്റി റിമൂവ്ഡ് അണ്ടർ സെക്ഷൻ 16A സബ്സെക്ഷൻ 2 ഷാൾ ബി എലിജിബിൾ ഫോർ റീഅഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ. ഫസ്റ്റ് ഓപ്ഷൻ 6 months, സെക്കൻഡ് ഓപ്ഷൻ 1 year, തേർഡ് ഓപ്ഷൻ 2 years, ഫോർത്ത് ഓപ്ഷൻ 3 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു മെമ്പറെ സെക്ഷൻ 16A സബ്സെക്ഷൻ 2 അനുസരിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷാൾ ബി എലിജിബിൾ ഫോർ റീഅഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ മെമ്പറായിട്ട് റീഅഡ്മിഷന് എലിജിബിൾ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ. റിമൂവൽ ചെയ്ത് എത്ര നാളിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 100ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. കാരണം ഓൾറെഡി സെക്ഷൻ 16A ഇല്ല, അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 100ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻസൽ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു വെരി മച്ച്.